ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ, വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523 995 6532 022. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യനായ അൽ ഖബീസ് ഇസ്ലാഹി സെൻ്റർ പ്രസിഡൻ്റ് അവറുകളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, പടച്ച തമ്പുരാൻ്റെ കരുണ കടാക്ഷങ്ങൾ സദാസമയങ്ങളിലും നമ്മളിലെല്ലാവരിലും വർഷിച്ചു കൊണ്ടിരിക്കട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മരണശേഷം അഭിമുഖീകരിക്കാനിരിക്കുന്ന അവസാനമില്ലാത്ത ഒരു ജീവിതത്തിലെ സ്വർഗപ്രവേശനമാണ്, അഥവാ ഭയാനകമായ നരകത്തിലെ നിത്യ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം. പരമമായ ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ട മാർഗങ്ങളും വഴികളും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തേക്ക് ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചയച്ച 1,24,000 പരം പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വർഗലോകത്ത് വെച്ച്
മനുഷ്യവർഗത്തിൻ്റെ പിതാവ് ആദം അലൈഹിസ്സലാമും മാതാവ് ഹവ്വ അലൈഹിസ്സലാമയും മനുഷ്യൻ്റെ ആജീവനാന്ത ശത്രുവായ പിശാചിൻ്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് അതിൻ്റെ പേരിൽ തന്നെ സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് ജീവിക്കാൻ അനുവദിച്ചു വിട്ട സന്ദർഭത്തിൽ അള്ളാഹു അവരോട് ഒരു വാഗ്ദത്തം ചെയ്തു. فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നിങ്ങൾ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഹുദ വന്നു ലഭിക്കും. എൻ്റെ ഹുദയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങളിൽ ആര് തയ്യാറാകുന്നോ അവൻ ഒരിക്കലും പേടിക്കേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഈ ഹുദ വിശദീകരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് പോലെ കണക്കുദ്ധരിച്ച് പറയുകയാണെങ്കിൽ 1,24,000 പരം പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തേക്ക് നിയമിച്ചു. ഈ പ്രവാചകന്മാരെല്ലാം തങ്ങൾ നിയമിതരായ പ്രബോധിത സമുദായങ്ങളിൽ, സമൂഹങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ ദുരാചാരങ്ങളെ സംബന്ധിച്ചോ സാംസ്കാരിക ജീർണതകളെക്കുറിച്ചോ സാമ്പത്തിക ചൂഷണങ്ങളെപ്പറ്റിയോ എന്തെങ്കിലും ഉരിയാടുന്നതിൻ്റെ മുമ്പായി പ്രാധാന്യവും കൽപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരാദർശമുണ്ടായിരുന്നു. അതാണ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവകരമായ പരിവർത്തനങ്ങളുടെ കൊടുങ്കാറ്റുകൾ തന്നെ സൃഷ്ടിച്ചുവിട്ട ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം. പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം വ്യക്തമായി പറഞ്ഞു. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് നബിയെ, ഈ ലോകത്ത് താങ്കൾക്കും ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഇബാദത്തിന്റെ സർവ്വഭാവങ്ങളും എനിക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന മഹനീയമായ സന്ദേശം, ബോധനം നൽകിയിട്ടല്ലാതെ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിയമിച്ച മുഴുവൻ പ്രവാചകന്മാർക്കും ഞാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഇലാഹ്. അതുകൊണ്ട് സൃഷ്ടികളായ നിങ്ങളുടെ മുഴുവനും തന്നെ ആരാധനയുടെ സർവ്വഭാവങ്ങളും എനിക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഈ മഹനീയമായ ആദർശം ബോധനം നൽകിയിട്ടില്ലാത്ത ഒരു പ്രവാചകനെയും നിങ്ങൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. മുഹമ്മദ് നബിയോട് അല്ലാഹ് പറഞ്ഞ കാര്യം അതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഊത്ത്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഇതര ദൈവങ്ങളെ മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്ന മഹനീയമായ സന്ദേശം, ബോധനം നൽകിക്കൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ സമുദായങ്ങളിലും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിരിക്കുന്നു. ഖുർആൻ ഈ ആശയം വരുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നിരവധിയാണ് എന്ന് നാം ഓർക്കണം. പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓരോന്ന് പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം ഒന്നുകൂടി നമുക്ക് വ്യക്തമാകും. നമുക്കറിയാം, മനുഷ്യലോകത്ത് പ്രബോധനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ പ്രവാചകൻ എന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞൊരു കാര്യം, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം പ്രവാചകനായി നിയോഗിച്ചു.
ആ പ്രവാചകൻ തൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റതുകൊണ്ട് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ആദർശം, ജനങ്ങളെ, ഞാനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. സ്വന്തം കൈകളെ കൊണ്ട് കടുകടുത്ത കരിമ്പാറക്കെട്ടുകൾ തുറന്ന് ഭവനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം ശക്തരായിരുന്ന, ചരിത്രത്തിലെ ഉരുക്ക് മനുഷ്യന്മാർ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ആദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നല്ലോ ഹൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രബോധന കർമ്മത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. വഇലാ ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകൻ തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, ജനങ്ങളെ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. സമൂദ് സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സാലിഹ് നബി അലൈഹിസ്സലാം ഇതേ പ്രഖ്യാപനം നടത്തിയതായി വിശുദ്ധ ഖുർആൻ പറയുന്നു. വഇലാ സമൂദ അഖാഹും സാലിഹ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. സമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ സാലിഹിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകൻ തന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മുൻഗാമികൾ പറഞ്ഞ അതേ ആദർശം പറയുന്നു, ജനങ്ങളെ, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹു നിങ്ങൾക്കില്ല, അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. ശുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജനത മദിയൻകാർ. ചരിത്രവും വിശുദ്ധ ഖുർആനും അവരെപ്പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തന്നെ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ വിയർപ്പിന്റെ ഫലങ്ങൾ ചൂഷണം ചെയ്ത് ജീവിച്ച കടുത്ത സാമ്പത്തിക കുറ്റവാളികൾ എന്നാണ്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ശുഐബ് നബി അലൈഹി സ്വലാമിന് ആദ്യമായി പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഇലാ മദിയന അഖാഹും ശുഐബ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. മദിയൻകാരിലേക്ക് അവരുടെ സഹോദരൻ ശുഐബിനെ നാം പ്രവാചകനായി നിയോഗിച്ചു. ആ പ്രവാചകൻ ചെന്നുകൊണ്ട് അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന സമൂഹത്തോട് പറയുന്നു, ജനങ്ങളെ, ഞാനല്ലാതെ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കൂ. പിന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും. അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല, ജനങ്ങൾക്ക് അവിടെ വസ്തുക്കളിൽ നിങ്ങൾ നഷ്ടം വരുത്താൻ പാടില്ല. ഇതൊക്കെ രണ്ടാമത്തെ പ്രശ്നമായി പറയുന്ന കാര്യം. ലൈംഗിക രംഗത്ത് മനുഷ്യത്വത്തിന്റെ മുഴുവൻ അതിർവരമ്പുകളും അതിലംഘിച്ചുകൊണ്ട് മൃഗതുല്യരായി ജീവിച്ചിരുന്ന സമൂഹമായിരുന്നല്ലോ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനത. ആ ജനതയുടെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ടുകൊണ്ട് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാമിന് ആദ്യം പറയാനുണ്ടായിരുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു ആയിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ലോകത്ത് നിയോഗിതരായ പ്രവാചകന്മാർ മുഴുവനും തങ്ങളുടെ പ്രബോധന കർമ്മത്തിന് തുടക്കം കുറിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിൽ നിന്നുകൊണ്ടായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആ സമൂഹത്തിന്റെ അക്കാലഘട്ടത്തിലെ സാംസ്കാരിക ജീർണതകളെ സംബന്ധിച്ച് ഞാനും നിങ്ങളും ചരിത്രത്തിൽ നിന്ന് എമ്പാടും മനസ്സിലാക്കിയവരാണ്. മനുഷ്യത്വം പാടെ മരവിച്ചു പോവുകയും മൃഗീയത അതിൻ്റെ എല്ലാ രൂപഭാവങ്ങളും അതിതീവ്രമായ രൂപത്തിൽ തന്നെ പ്രകടമാക്കുകയും ചെയ്തിരുന്ന കാട്ടാളന്മാരായിരുന്നു അവർ. കള്ളും പെണ്ണും തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഘോരയുദ്ധങ്ങളും ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അർഹതയുടെ മാനദണ്ഡങ്ങളായി കണ്ടിരുന്ന സമൂഹം. സന്ദർഭത്തിന്റെ നാവുകളായി അറിയപ്പെട്ടിരുന്ന കവി സാമ്പ്രാട്ടുക്കൾ ആ കാലഘട്ടത്തിന്റെ സാംസ്കാരിക ജീർണതകളുടെ സ്പന്ദനങ്ങൾ പിൻതലമുറക്കാരായ നമുക്കൊക്കെ വേണ്ടി അവിടെ ഈരടികളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫലൗലാ സലാസുൻഹുന്ന മിൻ ഈശത്തിൽ ഫതാ ലഅംറുക ലം അഹ്ഫിൽ മതാഖാമ ഉവദി. ഒരറബി യുവാവിൻ്റെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഒത്തുചേരുന്നില്ല എങ്കിൽ ഭൂമുഖത്തുള്ള ജീവിതത്തെക്കാളും അവൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് മരിച്ചു പോകലാണ്. ഒരറബി യുവാവിന് ഈ ഭൂമുഖത്ത് നിലനിൽക്കാനുള്ള അവകാശത്തിന്റെ മാനദണ്ഡമായി ആ കവി കണ്ട 3 കാര്യങ്ങൾ എന്താണെന്നറിയാമോ?
കള്ള്, പെണ്ണ്, യുദ്ധം. ഇത് മൂന്നുമില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അന്നത്തെ ഒരു അറബിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നാ പറയും. എന്തിനധികം പറയണം? മരണശയ്യയിൽ കിടന്നുകൊണ്ട് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറബി സ്വന്തം മക്കളെ അടുത്തേക്ക് വിളിച്ചിരുത്തി സ്നേഹമസൃണമായ ഭാഷയിൽ അവസാനത്തെ വസിയ്യത്ത് എന്ന നിലയ്ക്ക് നൽകുന്ന ഉപദേശം കള്ളിനോടും ലഹരി പദാർത്ഥങ്ങളോടുമൊക്കെ ആ കാലഘട്ടത്തിനുണ്ടായിരുന്ന അടക്കാനാവാത്ത അഭിനിവേശത്തിന്റെ ഒന്നാം തരം തെളിവാണ്. ഇദാമിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമത്തിൻ തുറവ്വി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ. പുന്നാര മക്കളെ, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ മറമാടണേ. എന്തിനാണെന്നല്ലേ? മരിച്ചു കഴിഞ്ഞാലും ആ മുന്തിരിവള്ളിയുടെ വേരിലൂടെ ഊർന്നു വരുന്ന മുന്തിരിച്ചാർ ആസ്വദിച്ചുകൊണ്ട് എൻ്റെ നുരുമ്പിയ എല്ലുകൾക്ക് കാലാകാലവും അങ്ങ് കഴിച്ചു കൂട്ടാമല്ലോ. ഇതായിരുന്നു അന്നത്തെ അറബി എന്ന് നാം മനസ്സിലാക്കണം. ഒന്നുകൂടി തറപ്പിച്ചും ഉറപ്പിച്ചും അയാൾ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് പുന്നാര മക്കളെ, മുന്തിരിവള്ളികളില്ലാത്ത, ചെടികളില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത കേവലം മരുപ്പറമ്പിൽ നിങ്ങൾ എന്നെ മറമാടിക്കളയല്ലേ. കാരണം മരിച്ചു കഴിഞ്ഞാലും മുന്തിരിച്ചാർ ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ അറബിയുടെ ആശങ്കയും ഭയവും അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയുടെ ജന്മം കൊണ്ട് താൻ അനുഗ്രഹീതനായിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കേട്ടാൽ മുഖം കറുത്ത് കരിവാളിച്ചു പോവുകയാണ്. അപമാനഭാരം താങ്ങാനും തടുക്കാനും കഴിയാതെ വീട്ടിന്റെ മുക്കിലോ മൂലയിലോ ഒളിഞ്ഞിരിക്കുകയാണ്. താൽക്കാലിക മോചനത്തിന് വേണ്ടി സ്വന്തം ചോരയിൽ നിന്ന് പിറന്നു വീണ പെൺകുഞ്ഞിയെ മുഖത്തോട് മുഖം നോക്കി 6 അടി മണ്ണിന്റെ ചുവട്ടിലേക്ക് ജീവനോടെ കുഴിച്ചുമൂടാൻ മാത്രം മനുഷ്യത്വം വരവിച്ചു പോയൊരു കാലഘട്ടം. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി പ്രഖ്യാപിക്കാനുണ്ടായിരുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞില്ലേ? യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ മുൻഗാമികളുടെ സൃഷ്ടാവ്, ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മാലുക്കളായി ജീവിക്കാൻ കഴിയും. ഈ ആദർശമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹനീയമായ ആദർശത്തിന്റെ പവിത്രതയും സാർവലൗകികതയും സാർവജനീനതയും പ്രഖ്യാപനം ചെയ്തുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രഖ്യാപിച്ച ആദർശങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ആ പ്രവാചകൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അവിടുത്തെ സഹാബത്തിനെ പറഞ്ഞേക്കും. ആ സന്ദർഭത്തിൽ അവരെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പ്രവാചകൻ ഉപദേശിക്കാറുള്ള കാര്യവും ഇത് തന്നെയാണ്. നിങ്ങൾ എവിടെ പോയാലും ആരെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രചരിപ്പിക്കണം എന്ന്. ഉദാഹരണത്തിന് പറയട്ടെ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് പറഞ്ഞേക്കുക. ആ സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ മുആദ് ഇന്നക ലതൈതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്. മുആദ്, അഹ്ലി കിതാബിൽപ്പെട്ട ഒരു പറ്റം ജനങ്ങളുടെ അടുക്കലേക്കാണ് നീ പ്രബോധകനായി ചെല്ലുന്നത്. ചെന്നു കഴിഞ്ഞാൽ നീ ഓർക്കണം, ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്കാണ്. അവിടെ ചെന്ന് പ്രബോധനം തുടങ്ങിയാൽ ആദ്യമായി 1-ാം തീയതി നീ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ രാപ്പകലുകളിലായി 5 നേരത്തെ നമസ്കാരം അള്ളാഹു അവരുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് നീ അറിയിച്ചേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന സമൂഹം, ആ സമൂഹത്തോട് നീ രണ്ടാമതായി പറയേണ്ട കാര്യം രാപ്പകലുകളിലായി 5 നേരത്തെ നിസ്കാരം നിർബന്ധാക്കിയിട്ടുണ്ട്. അതും അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാമതായി അവരെ അറിയിക്കേണ്ട ഒരു കാര്യം, അവരുടെ സമ്പത്തിൽ അല്ലാഹു തആല സദഖ നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേക്ക്. അത് തൂഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം,
അവരിലെ ധനാഢ്യരിൽ നിന്നത് പിടിക്കപ്പെട്ടിട്ട് സാധുക്കളിൽ വിതരണം ചെയ്യപ്പെടണം. അങ്ങനെയുള്ള സദക്ക സക്കാത്ത് നിർബന്ധമാക്കി. ഇതാണ് പ്രബോധനത്തിൻ്റെ മുൻഗണനാക്രമമായി മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നാം പരിശോധിച്ചാൽ പ്രവാചകന്മാർ മുഴുവനും അവരുടെ പ്രതിനിധികളായി ഏതൊക്കെ നാടുകളിലേക്ക് പ്രബോധകന്മാരായി അവർ അയക്കുന്നുണ്ടോ ആ ആളുകളൊക്കെ തന്നെ ഒന്നാമതായി സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് പ്രഖ്യാപിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പുതുമ നശിക്കാത്ത ആദർശം. ഖിയാമത്ത് നാൾ വരെ പുതുമ നശിക്കാത്ത ആദർശമാണ്. വളരെ നിർഭാഗ്യം എന്ന് പറയട്ടെ, വിധി വൈപരീത്യം എന്ന് തന്നെ ഞാൻ പറയട്ടെ, വിരോധാഭാസം എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കട്ടെ. ലോക ചരിത്രം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമാക്കപ്പെട്ട നമ്മുടെയൊക്കെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 1,000 രാഷ്ട്രീയ പാർട്ടികളില്ലേ, അവയിലൊക്കെ കാണപ്പെടുന്നതായ കുതികാൽ വെട്ടലുകൾക്കും അവയെപ്പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള കുതികാൽ വെട്ടലുകൾക്കും കാലുമാറ്റങ്ങൾക്കും കൂറുമാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെടുന്ന ആദർശം, അതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. അത് ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളുമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. പുറമേ ഒന്നും പോവേണ്ടതില്ല. വിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ തന്നെ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലേക്കും സമൂഹങ്ങളിൽ നിന്ന് അവർക്ക് നേരെയുണ്ടായ പ്രതികരണങ്ങളുടെ ചരിത്രത്തിലേക്കും ഒരു തിരിച്ചുപോക്ക് നടത്തിയാൽ ഈ കാര്യവും നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ആദം നബി അലൈഹി സ്വലാമിന്റെ പരിമിതമായ സന്താനങ്ങൾ, കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ചിരുന്ന ആളുകൾ, അതിന്റെ പ്രബോധകന്മാരും പ്രയോക്താക്കളുമായി കഴിഞ്ഞിരുന്ന ആളുകൾ, മുവഹ്ഹിദീങ്ങളായി ജീവിച്ച ആളുകൾ, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ആദർശത്തിൽ നിന്ന് അവർക്ക് വ്യതിയാനം സംഭവിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ പുണ്യവാളന്മാരായി നല്ലവരായി അവർ വിശ്വസിച്ചു വരുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബിംബങ്ങളും പ്രതിമകളും പ്രതിഷ്ഠകളും ഒക്കെ നാട്ടിവെച്ചുകൊണ്ട് അവക്ക് ഇബാദത്ത് ചെയ്യുകയും അവയുടെ മുമ്പിൽ സുജൂദർപ്പിക്കുകയും അവക്ക് നേർച്ച വഴിപാടുകൾ നടത്തുകയും അവയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പിന്നീട് ലോകത്ത് വളർന്നു വരുന്നത്. ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയാമോ? വലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഊസ വയഊക വനസ്റാ. നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈയൊഴിക്കാൻ പാടില്ല. നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈയൊഴിക്കാൻ പാടില്ല. വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊക്കിനെയും നസ്റിനെയും നിങ്ങൾ കൈയൊഴിക്കരുത്. അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയിൽ നിന്നുള്ള നല്ല മനുഷ്യന്മാരുടെ പേരുകൾ എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചത്. ഇതൊക്കെയാണ് വദ്, സുവാ, യഊസ്, യഊക്ക്, നസ്ർ എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ പ്രതിനിധീകരിക്കുന്ന പ്രതിഷ്ഠകളും ബിംബങ്ങളും അവർ നാട്ടിവെക്കുകയാണ്. എന്നിട്ട് അവയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, അവയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളൊരു വിഭാഗമാണ് ആ ജനതയിൽ വളർന്നു വരുന്നത്. അവരിലേക്കാണ് നൂഹ് നബി അലൈഹി സ്വലാം പ്രവാചകനായി കടന്നു വരുന്നത്. എന്നിട്ട് എന്തുണ്ടായിന്നറിയാമോ? 950 കൊല്ലം സുഹൃത്തെ, എനിക്കും നിങ്ങൾക്കും സ്വപ്നം കാണാൻ കഴിയില്ല, എനിക്കും നിങ്ങൾക്കും ഭാവനയിൽ കാണാൻ കഴിയില്ല. 950 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശത്തിലേക്ക് ജനങ്ങൾ അദ്ദേഹം ക്ഷണിക്കുകയാണ്. ഖുർആനിന്റെ ഭാഷ പറയട്ടെ, അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ, 50 ഒഴിച്ച് 1000 വർഷക്കാലം. 50 ഒഴിച്ച് 1000 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തനതായ തൗഹീദിന്റെ ആദർശത്തിലേക്ക് തന്റെ ജനങ്ങളെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് എന്തേ ഫലം എന്നറിയാമോ? വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് ആളുകളല്ലാതെ അദ്ദേഹത്തോടൊപ്പം വിശ്വാസികളായില്ല. എന്തിനധികം പറയണം? സ്വന്തം ചോരയിൽ നിന്ന് പിറന്നു വീണ അദ്ദേഹത്തിന്റെ മകൻ, ആ മകന് ജന്മം നൽകിയ ഗർഭാശയത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തിന്റെ ക്ഷണം അംഗീകരിച്ചുകൊണ്ട് പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിലേക്ക് കടന്നു വന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. ഈ ആദർശത്തിന്റെ ഒരു ദുര്യോഗം നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഈ ആദർശത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്ന് നാം ആലോചിക്കണം. സ്വന്തം മകനെ പോലും കിട്ടിയില്ല, സ്വന്തം ഭാര്യയെ പോലും കിട്ടിയില്ല എന്നാണ്. അവസാനം നിരാശയോടുകൂടി ആ പ്രവാചകൻ 2 കൈകളും മേലോട്ടുയർത്തി തന്റെ റബ്ബിന്റെ മുമ്പിൽ വികാരം സമർപ്പിച്ചത് വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തി. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. എൻ്റെ നാഥ, നിനക്കറിയാവുന്നതുപോലെ 950 കൊല്ലം, 9.5 നൂറ്റാണ്ട് കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ്
നിനക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന മഹനീയമായ ആദർശത്തിലേക്ക് ജനങ്ങളെ ഞാൻ ക്ഷണിച്ചു. പക്ഷേ വളരെ കുറച്ച് ആളുകൾ ഇത് അംഗീകരിക്കാൻ തയ്യാറായുള്ളൂ. അവരിന്നും അവിടെ ആ ശിർക്കുമായി കഴിയുകയാണ് പടച്ചോനെ. അതുകൊണ്ട് റഹ്മാനായ നാഥ, അവസാനം ഞാനിതാ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, സത്യനിഷേധികളിൽപ്പെട്ട ഒറ്റ കുട്ടിയെപ്പോലും ഈ ഭൂമുഖത്ത് നീ ബാക്കിയാക്കല്ലേ, ഒഴിവാക്കല്ലേ. ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, നീ എങ്ങാനും അവരെ വിട്ടേക്കുന്നു എങ്കിൽ, സ്വതന്ത്രരായി അവരെ നീ കൈയൊഴിക്കുന്നു എങ്കിൽ, തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ലതായ ഒരു പറ്റം ആളുകൾ ഈ ലോകത്തുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അവരെപ്പോലും അവർ വഴിപിഴപ്പിച്ച് കളയും. തന്നെയുമല്ല, ഭാവിയിലാണെങ്കിൽ നിഷേധികളും തമ്മാടികളുമായ കുട്ടികളെ അല്ലാതെ അവർ ഉൽപ്പാദിപ്പിക്കുകയില്ല, ഭാവി തലമുറയെപ്പോലും ദുഷിപ്പിച്ച് കളയും അവർ. അതുകൊണ്ട് പടച്ചോനെ, ഈ ഉള്ള സമൂഹത്തെ നീ നശിപ്പിച്ച് കളയും. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന അതായി. ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല അംഗീകരിച്ചു. ചരിത്രത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലോകത്തെ ഏറ്റവും വലിയ പ്രളയം തന്നെ ഭൂമുഖത്ത് സംഭവിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കമുള്ള സത്യനിഷേധികൾ ഒന്നടങ്കം മുങ്ങിച്ചത്തു. പിന്നെ ഈ ലോകത്ത് അവശേഷിക്കുന്നത് ആരാന്നറിയാമോ? കറകളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൻ്റെ വക്താക്കൾ മാത്രം, അതിൻ്റെ പ്രബോധകന്മാരായി പ്രചാരകന്മാരായി അറിയപ്പെടുന്ന ആളുകൾ മാത്രം. ശിർക്ക് ചെയ്യുന്ന ഒരൊറ്റ കുട്ടി ലോകത്തില്ല. പിന്നെ കുറച്ച കാലം അങ്ങോട്ട് കഴിഞ്ഞു, മാറി, ആദർശത്തിന് മാറ്റം സംഭവിച്ചു, വ്യതിയാനം സംഭവിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രത്യേകതയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ആദർശത്തിന് മാറ്റം സംഭവിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ നല്ലവന്മാരായി പുണ്യവാളന്മാരായി മനസ്സിലാക്കിയ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ പ്രതിമകളും പ്രതിഷ്ഠകളും ഒക്കെ നാട്ടിവെച്ചുകൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്യുകയും അവയോട് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്ന ശിർക്കിന്റെ തലമുറ വീണ്ടും വളർന്നു വരികയാണ്. അവരിലേക്കാണല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൂദ് നബി, അതേ പ്രകാരം സാലിഹ് നബി, ഷുഐബ് നബിയെ പോലെയുള്ള പ്രവാചകന്മാർ മുഴുവനും നിയോഗിക്കപ്പെട്ടത്. എന്തിനധികം പറയണം സുഹൃത്തെ, തൗഹീദി പ്രബോധന രംഗത്ത് മനുഷ്യലോകത്തിന്റെ ആവേശമായി അറിയപ്പെടുന്ന, ഇന്നും ഞാനും നിങ്ങളും ഒക്കെ തന്നെ ആവേശത്തോടുകൂടി കാണുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഖലീൽ എന്നാണ് അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിക്കുന്നത്. ആ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചു വീഴുന്നത് തന്നെ സ്വന്തം കൈകളെ കൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കി അങ്ങാടിയിൽ വിൽപ്പന നടത്തി ഉപജീവന മാർഗം കഴിച്ച് ശിർക്കൻ പ്രസ്ഥാനത്തിന് വള്ളവും വളവും നൽകി പോറ്റിയിരുന്ന, വളർത്തിയിരുന്ന ആസറിന്റെ പുത്രനായിട്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധനം ആരംഭിക്കുന്നത് തന്നെ സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ ആദർശ വൈകല്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഒന്നാന്തരം പാഠമുണ്ട്. സ്നേഹബന്ധങ്ങളും അതേ പ്രകാരം തന്നെ കുടുംബ ബന്ധങ്ങളും ഒക്കെ ആദർശരംഗത്ത് ഒരിക്കലും തന്നെ ആദർശം പറയുന്നതിന് തടസ്സമാകാൻ പാടില്ല. ആദർശരംഗത്ത് അത് പരിഗണിക്കപ്പെടേണ്ടതേ ഇല്ല. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക അതായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആ പിതാവിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പൊന്നു പിതാവേ, ഈ കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, ഇന്നലെ നിങ്ങളുടെ കൈകളെ കൊണ്ട് തുറന്നുണ്ടാക്കിയ ഈ ബിംബത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്തിന് സുജൂദ് ചെയ്യണം, എന്തിന് ഇബാദത്ത് ചെയ്യണം? ഇത് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രബോധനം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. ഇവിടെ നാം ആലോചിക്കും, സ്വന്തം പിതാവിനോടുള്ള ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ട്, എല്ലാമുണ്ട്. അങ്ങേറ്റത്തെ സ്നേഹം കൊണ്ട് തന്നെയാണ് സ്വന്തം പിതാവിൻ്റെ മുഖത്ത് നോക്കി ഈ അദ്ദേഹത്തിൻ്റെ ആദർശ വൈകല്യത്തെ ചോദ്യം ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ ഇതിനെ ആരാധിക്കുന്നത്? ഈ ബുദ്ധിശൂന്യമായ പ്രവർത്തനം നിങ്ങൾ എന്തിന് നടത്തുന്നു? ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ച ചോദ്യമാണ്. യഥാർത്ഥത്തിൽ പ്രബോധന രംഗത്ത് നയം വേണം, മയം വേണം എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ മനുഷ്യന്മാരൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് നയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പ്രബോധന രംഗത്ത് ഹിക്മത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹിക്മത്ത് ഇതായിരുന്നു. സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ ശിർക്കൻ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാ പിതാവെ കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, ഇന്നലെ നിങ്ങളുടെ കൈകളെ കൊണ്ട് തുറന്നുണ്ടാക്കിയ ഈ ബിംബത്തിന് ഇബാദത്ത് ചെയ്യണം എന്നാ ചോദിച്ചത്. ഇവിടെ പിതൃപുത്ര ബന്ധം തന്നെ വിസ്മരിക്കപ്പെടുകയാണ്. പിതാവിന്റെ പ്രതികരണം ഒരു സിംഹഗർജനമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അറാഗിബുൻ അൻത അന്നാലിയതി യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം മകനോട് ചോദിച്ച ചോദ്യമാണ്. അറാഗിബുൻ അൻത അന്നാലിയതി യാ ഇബ്രാഹിം, അല്ല ഇബ്രാഹിം, ഞാനും എൻ്റെ പിതാക്കന്മാരും പൂർവികന്മാരും ഒക്കെ ഇന്നേ വരെ ഇലാഹുകളായി സ്വീകരിച്ചു വന്ന ഒരുപാട് ഇലാഹുകളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്.
അവയെ മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് ഒരൊറ്റ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നാണോ ഇബ്രാഹിം നീ പറയുന്നത്? ലൈലം തൻതഹി, ഇതൊരു പുതിയ ആദർശമാണ് ഇബ്രാഹിം, ഇതൊരു പുതിയ തത്വമാണ് ഇബ്രാഹിം, ഇതൊരു പുതിയ പ്രസ്ഥാനമാണ് ഇബ്രാഹിം. നിന്റെ ഈ പുതിയ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ ലഅർജുമന്നക, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും, നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും. വഹിജുർനി മലിയ, അതല്ല നിന്റെ ജീവൻ സുരക്ഷിതമായി നിന്റെ ശരീരത്തിൽ അവശേഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എല്ലാം വെടിഞ്ഞുകൊണ്ട് നീ ഹിജറ പോയിക്കോ. ഇതായിരുന്നു പ്രഖ്യാപനം. ഹിജറ പോയിക്കോ എന്ന് സ്വന്തം പിതാവിന്റെ പ്രതികരണം അതായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധകന്മാർ ഏത് കാലത്തും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രതികരണം ഇത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞ കാര്യം ഇതാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അമാന്തിച്ച് നിന്നില്ല. പിതാവിന്റെ ദേഷ്യം ഒന്ന് തണയട്ടെ, പിതാവിന്റെ ഈ എന്നോടുള്ള ഇപ്പോഴുള്ള പ്രത്യേകിച്ചുള്ള ആ വികാരമൊക്കെ ഒന്ന് ശമിക്കട്ടെ, പരിതസ്ഥിതിയൊക്കെ ഒന്ന് നന്നായി തീരട്ടെ, അനുകൂലമാകട്ടെ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും കാത്തു നിന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി എന്താണെന്നറിയാമോ? സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി. മുന്നു പിതാവേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സലാം. സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിതാവിനെയും കുടുംബത്തെയും ജീവിതത്തിലെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹമാണ് തൗഹീദി പ്രബോധകന്മാർക്ക് ഒന്നാമത്തെ മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് നാം മനസ്സിലാക്കണം. ഇതിൽ നിന്നാണ് എനിക്കും നിങ്ങൾക്കും ആവേശം പകരേണ്ടത്. ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ആവേശം നമുക്ക് പകരേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്നാണ് നാം മനസ്സിലാക്കണം. ഇതാണ് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം. ഒരു പ്രവാചകനും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാവട്ടെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാവട്ടെ, ഇതിന് അപവാദമല്ല എന്ന് നാം മനസ്സിലാക്കണം. ജനിച്ച മണ്ണിൽ മരിക്കാൻ ഒരു പ്രവാചകനും സാധിച്ചിട്ടില്ല എന്നത് ചരിത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മഹാനായ മുഹമ്മദ് നബിയുടെ ചരിത്രം നമുക്കറിയില്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ ആരായിരുന്നു? അൽ അമീൻ എന്ന ഓമനപ്പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിരുന്ന ജനതയായി. അൽ അമീൻ എന്നായിരുന്നു അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, എല്ലാവരും വിളിച്ചിരുന്നത്. അതിനു മാത്രം സ്നേഹവും ആദരവും സമ്പാദിച്ചൊരു വ്യക്തി. തന്നെയുമല്ല, തങ്ങളുടെ കൂട്ടത്തിൽ ഖുറൈശി തറവാട്ടിലെ കാരണവന്മാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും എന്നിട്ടത് ഒരു വിപ്ലവത്തിൻ്റെ ഘട്ടം വരെ എത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിച്ച് മധ്യസ്ഥനായിട്ട് ആ കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി അവരേൽപ്പിച്ചത്. ഇത്രമാത്രം വ്യക്തിത്വമുള്ളൊരു മനുഷ്യൻ, എല്ലാവരുടെ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ആർജിച്ചെടുത്തൊരു മനുഷ്യൻ. ചരിത്രത്തിൽ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കും നിങ്ങൾക്ക് അറിയുന്ന ഒരു ചരിത്രം ഉണ്ടല്ലോ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് വിശുദ്ധ കഅബാലയത്തിൻ്റെ ഭിത്തി ഒരു പ്രളയത്തിൽപ്പെട്ട് തകരുകയുണ്ടായി. ഖുറൈശി തറവാട്ടിലെ മാന്യന്മാരൊക്കെ അത് നന്നാക്കാൻ വേണ്ടി തയ്യാറെടുത്തു. നല്ല സമ്പത്തൊക്കെ സ്വരൂപിച്ചിട്ട് ആ ഭിത്തികളൊക്കെ കെട്ടിപ്പൊക്കുകയാണ്, വിശുദ്ധ കഅബാലയം വീണ്ടും പുനർനിർമ്മാണം ചെയ്യാം. ആ സമയത്ത് ഹജറുൽ അസ്വദ് വെക്കേണ്ട ഒരു സന്ദർഭം വന്നു. ആര് വെക്കണം എന്ന കാര്യത്തിൽ തർക്കമായി. ഖുറൈശി തറവാട്ടിലെ കാരണവന്മാർ ഓരോരുത്തരും മത്സരിക്കുന്നു, എനിക്ക് എൻ്റെ കൈ കൊണ്ട് വെക്കണം. കാരണം ലോകാവസാനം വരെ നിലനിൽക്കുന്ന എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന മഹത്തായ ഒരു ഗേഹം, ആ ഗേഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം അതാണല്ലോ ഹജറുൽ അസ്വദ്. അത് മുത്തണം എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചു തന്നു. ഹജ്ജ് വേളയിലൊക്കെ ഉംറ ചെയ്യുന്ന സമയത്തും അത്രമാത്രം പവിത്രമായ ഹജറുൽ അസ്വദ് എൻ്റെ കൈ കൊണ്ട് ആ സ്ഥാനത്ത് വെക്കണം എന്ന തർക്കമാണ്. ഖുറൈശി തറവാട്ടിലെ എല്ലാവർക്കും എനിക്ക് ആ സ്ഥാനം കിട്ടണം, എനിക്ക് ആ സ്ഥാനം കിട്ടണം, ആ പദവി എനിക്ക് വേണം, തർക്കിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ തർക്കം മൂത്തൊരു വിപ്ലവത്തിൻ്റെ ഘട്ടം വരെ എത്തി. ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഒരു കാരണവരുണ്ട്, പക്വതയുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു, ഈ തർക്കം ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം സ്വീകരിക്കാം, നമുക്കെല്ലാവർക്കും ഇതേമാതിരി ഒരു ഹാളിൽ കടന്നിരിക്കാം. കടന്നിരുന്നതിന് ശേഷം ആരാണോ ഹാളിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് അയാളുടെ മുമ്പിൽ പ്രശ്നം വെക്കാം, അയാൾ അതിലൊരു തീരുമാനമെടുക്കട്ടെ, നമുക്ക് അംഗീകരിക്കാം. പറഞ്ഞതുപോലെ എല്ലാവരും ഒരു ഹാളിൽ കടന്നിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, അവരിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് എല്ലാവരും അൽ അമീൻ എന്ന നാവുകൾ എന്ന് പുകഴ്ത്തി പറയാറുള്ള മുഹമ്മദ് നബിയാണ്. എല്ലാവർക്കും വലിയ സന്തോഷം. മുഹമ്മദ് നബിയുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വെച്ചു, അദ്ദേഹം അതിൽ മാന്യമായൊരു തീരുമാനമെടുത്തു. പ്രശ്നമില്ലാതെയായി, സോൾവായി. നിങ്ങൾ ആലോചിക്കണം, ഇത്രമാത്രം അവർക്ക് ഇടയിൽ ഉരുണ്ടുകൂടിയുന്ന വിപ്ലവകരമായ സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കാൻ, മധ്യസ്ഥരായി അംഗീകരിക്കപ്പെടാൻ മാത്രം
വ്യക്തിത്വം നേടിയ, സ്നേഹവും ആദരവും പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയായിരുന്നു മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഖുർആൻ അവതരിച്ചു, ഫസ്ദഅ ബിമാ തൂമർ വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ. മുഹമ്മദേ, താങ്കളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾ ഉറക്കെ പറയണം. ഒളിച്ചു വെക്കാനുള്ളതല്ല, സ്വന്തമാക്കി വെക്കാനുള്ളതല്ല. സ്വന്തം കുടുംബത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാവരിലും അത് എത്തിക്കണം. പരസ്യമായി പ്രഖ്യാപിക്കും മുഹമ്മദേ, കൽപ്പനയാണ്. വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ. അതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് താങ്കളുടെ അടുത്ത കുടുംബങ്ങളെ വിളിച്ച് താക്കീത് ചെയ്യേ. പ്രബോധകന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രബോധകന്മാർ ആലോചിക്കേണ്ട ഒരു കാര്യം. മുഹമ്മദ് നബിക്ക് പ്രബോധനത്തിന് വേണ്ടി കൽപ്പന കിട്ടിയ 1-ാം തീയതി തന്നെ പറയുന്നു, നിന്റെ ആദർശം നീ രഹസ്യമാക്കി വെക്കാനുള്ളതല്ല, പരസ്യമാക്കി എല്ലാവരോടും പറയും. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലക്ക് നീ നിന്റെ അടുത്ത കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് താക്കീത് ചെയ്യേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. ഖുറൈശി തറവാട്ടിൽ എല്ലാവരെയും വിളിച്ചു കൊണ്ടുപോയി സഫാ കുന്നിന്റെ താഴ്വരയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ഇപ്പം എന്നെപ്പറ്റി എന്താ അഭിപ്രായം? പ്രബോധകന്മാർ അഭിപ്രായമുള്ളവരായിരിക്കണം, ജനങ്ങളുടെ അഭിപ്രായമുള്ളവരായിരിക്കണം. ജനങ്ങൾക്കിടയിൽ ദുഷിച്ച അഭിപ്രായമുള്ളവരാവരുത് പ്രബോധകന്മാരാരും. ജനങ്ങളിൽ നല്ല അഭിപ്രായമുള്ളവരായിരിക്കണം. മുഹമ്മദ് നബിയെ സംബന്ധിച്ച ആ അഭിപ്രായം ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്നെപ്പറ്റി എന്താ അഭിപ്രായം? എല്ലാവരും പറഞ്ഞു, അഖുൻ കരീം വബ്നു അഖിൻ കരീം. നിങ്ങൾ മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരന്റെ മകനുമാണ്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടാമതായി ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതാ ഈ കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് വമ്പിച്ച ഒരു സൈന്യം യുദ്ധക്കോപ്പുകളുമായി നിങ്ങളെ ഏറ്റുമുട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പറ്റി വിശ്വാസം വരുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ. കാരണം നീ ഇതുവരെ ചരിത്രത്തിൽ ഞങ്ങളോട് നുണ പറഞ്ഞിട്ടില്ല, കളവ് പറഞ്ഞിട്ടില്ല. നീ അല്ലമീനാണ്, വിശ്വസ്തനാണ്. നീ എന്തു പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന. ഇത് കേട്ടതിന് ശേഷം മൂന്നാമതായി പ്രവാചകൻ അവരോട് പറഞ്ഞതെന്താണെന്നറിയാമോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്നേ വരെ ആരാധിച്ചു വന്ന ലാത്ത, ഉസ്സ, മനാത്ത ഇതൊക്കെ കള്ളദൈവങ്ങളാണ്, വ്യാജദൈവങ്ങളാണ്. എല്ലാം കൈയൊഴിക്കണം നിങ്ങൾ. എന്നിട്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ റബ്ബുണ്ട്, അവന് മാത്രം നിങ്ങളുടെ ഇബാദത്തിന്റെ സർവ്വഭാവങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശം ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇതിൽ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല എങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിലെ ഭയാനകമായൊരു ശിക്ഷയെക്കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു. ഇത് കേട്ടപ്പോഴാ അവരുടെ മട്ടും ചേലും ഒക്കെ അങ്ങോട്ട് മാറിയത്. ജാഹിലിയത്തിന്റെ ചുടുരക്തം അവിടെ സിരകളിലൂടെ പതഞ്ഞു പോകുകയാണ്. അബൂലഹബിനെ പോലെയുള്ള ഖുറൈശി തറവാട്ടിലെ മാന്യന്മാരായ ആളുകൾ ഈർഷ്യഭാവത്തോടെ 2 കൈകളും കൂടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, തബ്ബല്ലക അലിഹാദാ ജമഅതനാ. മുഹമ്മദ്, എനിക്ക് നാശം. ഇങ്ങനൊരു പുതിയ ആദർശം പറയാനാണോ ഞങ്ങൾ ഇത്ര കാര്യമായിട്ട് ഇനി വിളിച്ചു വരുത്തിയെന്ന? ഇങ്ങനൊരു പുതിയ കാര്യം പറയാനാണോ ഇത്ര കാര്യമായി ഞങ്ങളെ നിങ്ങൾ വിളിച്ചു വരുത്തിയെന്നാ ചോദിച്ചത്? നിങ്ങൾ ആലോചിക്കണം, ഈ ആദർശത്തിന്റെ ചരിത്രം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ ചരിത്രം അതാണ്. അതുവരെ അല്ലമീൻ എന്ന് പുകഴ്ത്തിയ ഈ നാവുകൾ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, തബ്ബല്ലക അലിഹാദാ ജമഅതനാ. മുഹമ്മദേ, ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചിട്ട് എനിക്ക് നാശം വരട്ടെ? വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ 2 കൈകളും നശിച്ചു പോകട്ടെ, അത് നശിച്ചു. ഇത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഈ സംഭവമായിരുന്നു മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ എന്തായി അവസ്ഥ എന്നറിയാമോ? അതുവരെ അല്ലമീൻ എന്ന് പുകഴ്ത്തിയ അതേ നാവുകൾ തന്നെ മുഹമ്മദ് നബിയെ കള്ളനാക്കി, വ്യാജനാക്കി, ജ്യോത്സ്യനാക്കി, കണക്ക് നോട്ടക്കാരനാക്കി, കവിയാക്കി, ഭ്രാന്തൻ എന്നിവരെ വിളിച്ചു. സമൂഹത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ഇകഴ്ത്താനുള്ള, ഏറ്റവും മോശമായി ചിത്രീകരിക്കാനുള്ള പേരുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അദ്ദേഹത്തെ അവർ വിളിച്ചു. തന്നെയുമല്ല, ദേഹോപദ്രവം ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാം, ചരിത്രം ഒരുപാട് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും ഒക്കെ ജീവിച്ചിരുന്ന വീട്ടിൻ്റെ ഉമ്മറത്തും പരിസരത്തുമൊക്കെ ചീഞ്ഞളിഞ്ഞ പുഴുത്തുനാറിയ അവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം ദുസ്സഹപ്പെടുത്തി. പ്രവാചകൻ നടന്നു പോകുന്ന വഴികളിലും റോഡുകളിലുമൊക്കെ കൂർത്തമൂർത്ത കല്ലുകളും മുള്ളുകളും ഒക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് അവർ മുറിവേൽപ്പിക്കുകയുണ്ടായി. എന്തിനധികം പറയണം, സ്വന്തം സൃഷ്ടാവിൻ്റെ മുമ്പിൽ കഅബാലയത്തിൻ്റെ പരിസരത്ത് പോയി തലകുനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവർ അനുവദിച്ചില്ല. ആ ചരിത്രം നമ്മൾ കേട്ടതാണ്. ഒരിക്കൽ പ്രവാചകൻ നിസ്കരിക്കാൻ സുജൂദ് ചെയ്യുക. ആ സമയത്ത് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ടിട്ട് ഖുറൈശി തറവാട്ടിലെ മാന്യന്മാർ തല ഉയർത്താൻ കഴിയാതെ അദ്ദേഹം പരുങ്ങുന്നത് കണ്ടിട്ട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. അവരിങ്ങനെ തുള്ളിച്ചാടുകയാണ്. എന്തൊരു ക്രൂരതയാണ് അവർ കാണിക്കുന്നത്. അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് വിവരം അറിയുന്നത്. ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിൽ നിന്ന് ആ കുടൽമാല എടുത്തു മാറ്റി. അതിനുശേഷമാണ് പ്രവാചകന് തല ഉയർത്താൻ കഴിയും. ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ കേട്ടതല്ലേ. ഈ നിലക്കൊക്കെയുള്ള പ്രയാസങ്ങൾ
മഹാനായ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു. എന്തൊക്കെ പ്രലോഭനങ്ങൾ, എന്തൊക്കെ പ്രകോപനങ്ങൾ, എന്തൊക്കെ പ്രലോഭനങ്ങൾ, എന്തൊക്കെ പ്രകോപനങ്ങൾ. അവർ ഖുറൈശി തറവാട്ടിലെ മാന്യന്മാർ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, മുഹമ്മദേ, ഈ പുതിയ ആദർശത്തിൻ്റെ ഒന്ന് പിന്മാറും, ഇതിൻ്റെ കട്ടിയൊന്ന് കുറക്ക്, ഇതിൻ്റെ തീവ്രത ഒന്ന് കുറക്ക് മുഹമ്മദേ. നിനക്ക് വേണമെങ്കിൽ എന്തും ഞങ്ങൾ ഓഫർ ചെയ്യാൻ തയ്യാറാണ്. വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം നിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരാം. ആലോചിച്ച് നോക്കണം, വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം നിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരാം. ഈ വിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിൽ ഏറ്റവും സുന്ദരികളായ തരുണികളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. നിനക്കും എത്രയോ തലമുറകൾക്കും വേണ്ട സമ്പത്ത് നൽകി ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കാം. എന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ പിന്മാറും. നിങ്ങൾ ആലോചിക്കണം, പ്രബോധനത്തിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഭൗതികമായ ലക്ഷ്യം കാക്ഷിക്കുന്ന മനുഷ്യന്മാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഓഫറുകൾ അതാണ് മുഹമ്മദ് നബിക്ക് നൽകിയത്. ഭരണം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചില ഇസ്ലാമിക പ്രസ്ഥാനക്കാർ അങ്ങനെ ഉണ്ട്. ഭരണം എന്ന് പറയുന്ന അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കാണുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണമില്ലാത്ത ഇസ്ലാം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് എന്ന് വരെ പറയുകയുണ്ട്. ഭരണമില്ലാത്ത ഇസ്ലാം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത സങ്കല്പ വീട് എവിടെ എത്തി നിങ്ങൾ ആലോചിക്കണം. ആ സങ്കല്പ വീട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ ആളുകൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനമായി രൂപപ്പെടുകയും അങ്ങനെ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന. ആലോചിക്കണം, മുഹമ്മദ് നബിയോട് ഓഫർ ചെയ്തതാണ്. മുഹമ്മദ് നബിയോട് പറഞ്ഞു, മുഹമ്മദേ, ഈ വിശാലമായ സാമ്രാജ്യത്തിൻ്റെ ഭരണം നാളെ തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുതരാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പറയുന്ന ഒന്ന് പിന്മാറിയാൽ മതിയെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയാമോ? പിന്മാറൂല, ഞാൻ പിന്മാറുകയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, എൻ്റെ വലത് കയ്യിൽ സൂര്യനും ഇടത് കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശ പ്രബോധനത്തിൽ നിന്ന്, പ്രഖ്യാപനത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറുകയില്ല. ഒന്നുകിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഇവിടെ വിജയിച്ച് കാണണം, അല്ലെങ്കിൽ ഈ ആദർശത്തിന് വേണ്ടി ഞാൻ മരിച്ചു വിടണം എന്ന്. അപ്പോഴാണ് അവർ പിന്തിരിയാൻ തുടങ്ങി. എന്നിട്ടും അവർ അവസാനിപ്പിക്കുന്നില്ല. അവർ ഒരു മിനിമം പരിപാടിയിൽ നമുക്കൊന്ന് യോജിച്ചുകൂടെ എന്നാ പിന്നെ അവരെ ചോദ്യം. മിനിമം പരിപാടിൻ്റെ ആൾക്കാരുണ്ടല്ലോ, എല്ലാത്തിനും ഒരു മിനിമം പരിപാടിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എന്തെങ്കിലുമൊക്കെ ആദർശ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശരി നമുക്കൊരു മിനിമം പരിപാടിയിൽ യോജിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആളുകളൊന്നും വ്യക്തമായി പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. ഈ മിനിമം പരിപാടിയുമായിട്ടാണ് പിന്നെ അവർ വരുന്നത്. എന്താ മിനിമം പരിപാടി എന്നറിയാമോ? മുഹമ്മദ്, ഒരു കാര്യം ചെയ്യുക, ഈ വെറുതെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നാട്ടിൽ വല്ലാതെ കുഴപ്പമുണ്ടാകുന്നുണ്ട്, സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്നുണ്ട്, കുടുംബമൊക്കെ ചിദ്രിച്ചു പോകുന്നുണ്ട്. മുഹമ്മദെ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മിനിമം പരിപാടിയിൽ യോജിക്കാം. എന്താ മിനിമം പരിപാടി? നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം മുഹമ്മദേ, നീ പറയുന്ന അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം മുഹമ്മദേ. എന്നാൽ ഞങ്ങളുടെ ദൈവങ്ങളെ നീ ആരാധിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ദൈവങ്ങളുടെ അടുത്തുകൂടി പോകുന്ന സമയത്ത് അവരോട് ബഹുമാന പുരസ്സരം ഒന്ന് കൈകാട്ടി ഒന്ന് സെല്യൂട്ട് അടിച്ചാൽ മതി. എന്നാൽ നമുക്ക് മിനിമം പരിപാടിയിൽ യോജിച്ചു പോകാം. കുടുംബത്തിൽ വെറുതെ കുഴപ്പമുണ്ടാക്കണ്ടല്ലോ, നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കണ്ടല്ലോ, ഛിദ്രതയുണ്ടാക്കണ്ടല്ലോ, നമുക്ക് ഒത്തൊരുമിച്ച് അങ്ങനെ പോയിക്കൂടെ എന്നാണ്. അപ്പൊ സമൂഹത്തിന്റെ ഐക്യം നഷ്ടപ്പെടും, കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകും എന്ന് പേടിച്ചുകൊണ്ട് ആദർശം പറയാത്ത ആളുകൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഒരിക്കലും അത് പാടില്ല. ആദർശ പ്രബോധന രംഗത്ത് കുടുംബവും ബന്ധവും ഒന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നാം മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലെ തന്നെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് തുടങ്ങി ലക്കും ദീനുക്കും വലിയ ദീൻ. ഹേ സത്യനിഷേധികളെ, മിനിമം പരിപാടിയിൽ യോജിക്ക എന്ന ഓഫറുമായി വന്ന സത്യനിഷേധികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കില്ല. അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കണേ ഞാൻ ആരാധിക്കില്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കൂല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. മിനിമം പരിപാടി വേണ്ട, മിനിമം പരിപാടിയിലുള്ള യോജിപ്പ് ആദർശ രംഗത്ത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ മുഹമ്മദ് നബിയോട് അള്ളാഹ് കൽപ്പിച്ചു. നിങ്ങൾ ആലോചിക്കും, ഇതാണ് ആദർശം എന്ന് പറയുന്നത്. ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം ത്യാഗങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശം ഇവിടെ പ്രബോധനം ചെയ്തത്. അതിൻ്റെ പേരിൽ പ്രവാചകൻ്റെ അനുയായികളായ ആളുകളുണ്ടായിരുന്നു. പാവപ്പെട്ട സാധുക്കളായ പ്രവാചകൻ്റെ അനുയായികൾ എന്തുമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് വേണ്ടതുപോലെ പഠിച്ചവരല്ലേ നമ്മളൊക്കെ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന മഹനീയമായ ആദർശം ഉൾക്കൊണ്ട് മുവഹ്ഹിദീങ്ങളായി തീർന്നു എന്നതിൻ്റെ പേരിൽ ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ മലർത്തിക്കിടത്തപ്പെടുകയാണ്. എന്നിട്ട് വലിയ വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവന്ന് നെഞ്ചത്ത് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ പിന്മാറൂ എന്ന് പറഞ്ഞു. പിന്മാറാൻ തയ്യാറില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അവിടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അല്ലാഹു ഏകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മഹാനായ യാസിർ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ കുടുംബം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശം ഉൾക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ അവർ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ മർദ്ദിക്കപ്പെടുകയാണ്. ആ മർദ്ദനം എവിടെ എത്തിയെന്നറിയാമോ? ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പികൾ ഗുഹ്യസ്ഥാനത്തിലൂടെ കുത്തിക്കയറ്റുകയാണ്. ഈ കാഴ്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ കാണുകയുണ്ടായി. തൻ്റെ അനുയായികൾ തന്നിൽ വിശ്വസിച്ചു പോയി തൻ്റെ അനുയായികളായി തീർന്നു എന്നതിൻ്റെ പേരിൽ ഇത്രമാത്രം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധത്തിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ഒരു കാഴ്ച മഹാനായ പ്രവാചകൻ നേർക്ക് നേരെ കാണുന്നു. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, സബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകും അൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമിക്കണം. നിങ്ങളുടെ വാഗ്ദത്ത സങ്കേതം നാളെ സ്വർഗമാണ്. റസൂലുള്ള പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ പ്രതിരോധിച്ചോളി. നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ അവരെ തടുത്തോളി. നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ അവരോട് അടരാടിക്കോളി എന്ന് മഹാനായ പ്രവാചകൻ ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ ക്ഷമിച്ചോ. ആദർശമാണ് വലുത്. എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആദർശമാണ് വലുത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചോ യാസിർ കുടുംബമേ. കാരണം ഇതിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമിച്ചാൽ, ആദർശത്തിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളുടെ വാഗ്ദത്ത സങ്കേതം നാളെ അവസാനമില്ലാത്ത സ്വർഗമാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര പ്രശ്നങ്ങൾ നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഒരുപാട് സഹാബത്തിൻ്റെ ചരിത്രമുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ സമയമില്ല സഹോദരന്മാരെ. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനായിരുന്നു ഇത്രമാത്രം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടും തരണം ചെയ്തുകൊണ്ടും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഇവിടെ പ്രബോധനം ചെയ്തു? അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും സഹോദരന്മാരെ. മരണം എന്ന് പറയുന്നത് നമുക്കെല്ലാം അനിവാര്യമായൊരു കാര്യമാണ്. ആരും അത് നിഷേധിച്ചിട്ട് കാര്യമില്ല, ആരും മടിച്ചിരുന്നിട്ട് കാര്യമില്ല. മരണത്തിന് നമ്മൾ പാത്രീഭവിക്ക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ പടച്ച തമ്പുരാൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടി പ്രവർത്തിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവനാരോ അവനാണ് വിജയിച്ചവനെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഈ സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശത്തിൽ കളങ്കം സംഭവിച്ചു പോകാതെ, കേടുപാടുകൾ സംഭവിച്ചു പോകാതെ, അതിൻ്റെ തനിമയോടുകൂടി നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് അവസാന ശ്വാസം വലിക്കാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂലുള്ള ഒരിക്കൽ പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ അവസാനമായി അവൻ ഉച്ചരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? മഹാനായ ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ കളങ്കം വരുത്തി വെച്ചുകൊണ്ടാണ് ആരെങ്കിലും ഇവിടെ നിന്ന് മരിക്കുന്നതെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ്റെ മേൽ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കി എന്ന. സ്വർഗം ഹറാമാക്കി എന്ന് മാത്രമല്ല, അവന്റെ അവസാനത്തെ സങ്കേതം ഭയാനകമായ നരകമാണ്. അക്രമികൾക്ക് സഹായികളില്ല. ഇത് ഖുർആൻ പറഞ്ഞതാണ്. തന്നെയുമല്ല, സാധാരണ ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം വേദികളിൽ വെച്ച് കേട്ട് പഠിച്ച് തഴമ്പിച്ച ഒരായത്തുണ്ടല്ലോ ഖുർആനിൽ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും പടച്ചോനിൽ ശിർക്ക് വെക്കുന്നത് മാത്രം പടച്ചോൻ പൊറുക്കൂല. അതല്ലാത്ത ഏത് പാപങ്ങളും അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തു എന്ന് വന്നേക്കാം. ഇത് ഖുർആൻ പറഞ്ഞ കാര്യ. സഹോദരന്മാർ,
സഹോദരന്മാരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്ന മനുഷ്യന്മാരാ. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രേരണ നൽകുകയാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യ സ്വാഭാവികമാണ് ജീവിതത്തിൽ തെറ്റുകൾ എന്ന് പറയുന്നത്. ആ തെറ്റുകൾ ശിർക്കല്ലാത്ത തെറ്റാണെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈമലർത്തിക്കൊണ്ട് ഞാനും നിങ്ങളും പാതിരാവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു, റഹ്മാനായ നാഥ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്ന സന്ദർഭത്തിൽ ഇന്നാലിന്ന പാപം ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥന കേൾക്കുകയും പുറത്തു തരികയും ചെയ്യും. അതേ സമയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും ജീവിതത്തിൽ ശിർക്ക് വെക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അവസരം അവനുണ്ടാവുകയില്ല. പുറത്തു തരൂല എന്നാണ് പടച്ചോൻ പറയുന്നത്. പുറത്തു തരൂല. തന്നെയുമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പരലോകത്ത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ സഹോദരന്മാരെ? യഥാർത്ഥത്തിൽ നമ്മൾ 5 നേരം നമസ്കരിക്കുന്നു, റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നു, ലക്ഷങ്ങൾ ചെലവാക്കി ഹജ്ജ് ചെയ്യുന്നു, ഉംറ നിർവഹിക്കുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, ദഅവത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതുപോലെയുള്ള പല സംരംഭങ്ങളിൽ ഞാനും നിങ്ങളും സാക്ഷികളാവുന്നു. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ നാളെ പരലോകത്ത് പടച്ചവൻ്റെ അടുക്കൽ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ ശിർക്കിൻ്റെ അംശം സംഭവിച്ചു പോയാൽ ഈ കർമ്മങ്ങളൊക്കെ തന്നെ, ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിഷ്ഫലമായി പോകും എന്ന് പ്രവാചകന്മാരോട് അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഖുർആനാ പറയുന്നത്. മുഹമ്മദ് നബിയോട് പറയാ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക്. മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ തന്നെ വഹിയായി അറിയിക്കപ്പെട്ട ഒരു കാര്യം, ലഇൻ അശ്റക്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി വല്ലതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, ശിർക്ക് സംഭവിച്ചു പോയാൽ, ലയഹബതന്ന അമലുക, നിങ്ങളുടെ അമൽ മുഴുവനും പൊളിഞ്ഞു പോകും. നിങ്ങളുടെ നമസ്കാരം ബാത്തിലാണ്, നിങ്ങളുടെ നോമ്പ് അടുപ്പിലാണ്, നിങ്ങളുടെ സകാത്ത് തോട്ടിലാണ്, നിങ്ങളുടെ ഹജ്ജ് നിഷ്ഫലമായി പോകും എന്നാ പറഞ്ഞത്. ലയഹ്ബതന്ന അമലുക, നിന്റെ അമല് പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെടും. ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? വളരെ ഗൗരവമാണ് സഹോദരന്മാരെ, സഹോദരികളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു പോയാൽ, എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ നാക്കിൽ കൂടി പുറത്തു വന്നാൽ, എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ, നമ്മുടെ സർവ്വ അമലുകളും പൊളിഞ്ഞ് നമ്മൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ ഇഹത്തിലും പരത്തിലും നഷ്ടപ്പെട്ടു പോകുന്ന നിർഭാഗ്യവാന്മാർ ായിത്തീരും. ഇത് പ്രവാചകന്മാർക്ക് അള്ളാഹ് നൽകിയ താക്കീതാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ. വെള്ളിയാഴ്ച നമ്മളൊക്കെ സുന്നത്ത് എന്ന നിലയ്ക്ക് തന്നെ ഓതാറുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, മരിച്ചു ചെന്നതിന് ശേഷം പടച്ച തമ്പുരാന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഒന്ന് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അതാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, നമുക്ക് അന്നവും വെള്ളവും വെളിച്ചവും വായുവും നൽകി അനുഗ്രഹിച്ച റബ്ബ്, നമുക്ക് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന റബ്ബ്, ആ റബ്ബിനെ നാളെ പരലോകത്ത് വെച്ചെങ്കിലും അവന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവരല്ലേ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളും? ഖുർആൻ പറയുന്നു, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, തന്റെ റബ്ബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഒന്ന് കണ്ടുമുട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സാലിഹ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ, അമലുസാലിഹാത്ത് ചെയ്യട്ടെ. അമലുസാലിഹാത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയല്ല ഖുർആൻ ചെയ്തത്. അമലുസാലിഹാത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയല്ല ഖുർആൻ ചെയ്തത്. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്ത്, തന്റെ റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്ത്, ആ ഇബാദത്തിൽ ഒരുത്തനെയും പങ്കുവെക്കാതിരിക്കട്ടെ. ഇതാ പറഞ്ഞ അടിവരയിട്ട് കൊണ്ട് മനസ്സിലാക്കണം. അമലുസാലിഹാത്ത് ചെയ്താൽ സ്വർഗത്തിലാണ്ട് കടക്കാമെന്ന് വിചാരിക്കണ്ട. ആ അമലുസാലിഹാത്ത് ചെയ്യുന്നതോടൊപ്പം തൻ്റെ റബ്ബിൽ ശിർക്ക് സംഭവിക്കാതെ അവൻ ജീവിക്കട്ടെ എന്ന് അടിവരയിട്ട് കൊണ്ടുപോകാനുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എവിടെ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന് മുൻതൂക്കം കൽപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പലരും ചോദിക്കാറുണ്ട്, ഇതിനു മാത്രമൊക്കെ ശിർക്ക് സമൂഹത്തിലുണ്ടോ? ഇതിനു മാത്രമൊക്കെ ബിദ്അത്തുകൾ സമൂഹത്തിലുണ്ടോ? വായ തുറന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടാണല്ലോ പലരും രംഗത്ത് വരാറുള്ളത് എന്ന് പറയാറുണ്ട്. ശിർക്കുണ്ട് സഹോദരന്മാർ. സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ അപ്രമായി ശിർക്ക് ഈ ആധുനിക സമൂഹത്തിലെ IT യുഗമാണ്.
ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊക്കെയുള്ള ശിർക്കും ബിദ്അത്തും സമൂഹത്തിലുണ്ടോ? ഇങ്ങനെ തീവ്രമായി പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവും, ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ. നിങ്ങൾ ആലോചിക്കണം, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതിനേക്കാളും ശാസ്ത്രീയമായ രൂപത്തിൽ ശിർക്കുകളും ബിദ്അത്തുകളും കൊടികുത്തി വാഴുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന് ആലോചിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ശിർക്ക് എന്താ സഹോദരന്മാരെ? വലിയ വലിയ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, വലിയ വലിയ നേതാക്കന്മാർ, ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും നിലക്കൊക്കെ അംഗീകരിക്കുന്ന ചില നേതാക്കന്മാരുടെ വായിൽ നിന്ന് തന്നെ വരുന്ന ചില വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരാഴ്ച മുമ്പ് പത്രത്തിൽ, ചന്ദ്രിക പത്രത്തിൽ ഞാൻ വായിച്ചു, വല്ലാതെ വിഷമം തോന്നി സഹോദരന്മാരെ. അങ്ങ് അവിടെ ഒരു ശിർക്കിൻ്റെ കേന്ദ്രമുണ്ടല്ലോ, മലപ്പുറം ജില്ലയിൽ മമ്പറത്ത് ഒരു വാർഷികം നടക്കുകയാണ്. മമ്പറം തങ്ങളുടെ വാർഷികമാണ്. ആ വാർഷികത്തിൽ ഒരു പൊതുസമ്മേളനം. ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹമാണ് ഈ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ആ 10,000-കണക്കിന് മനുഷ്യന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? കേരളത്തിലെ മക്ബറകൾ മതസൗഹാർദ്ദത്തിൻ്റെ ഇറ്റില്ലമാണ്, വിളനിലമാണ് എന്നാണ്. പല ജാതി മതങ്ങളിലെ ആളുകളും ഈ മക്ബറ സന്ദർശിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യം നിർവഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ ആധുനിക സമൂഹത്തിൽ നടക്കുന്ന ശിർക്കിൻ്റെ ശരിയായൊരു ചിത്രം ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബഹുമാനിക്കുന്ന വലിയ വലിയ മനുഷ്യന്മാർ, ചിന്തകന്മാർ, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഇടയിൽ വരുന്ന ശിർക്കാണ്. എന്താ? മക്ബറ സന്ദർശിക്കുന്ന ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി തങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ മുമ്പിൽ നിരത്തുകയും അത് പൂർത്തീകരിച്ചുകൊണ്ട് സായുജ്യമടഞ്ഞുകൊണ്ടാണ് മമ്പുറത്ത് നിന്ന് തിരിച്ചു പോകുന്നത് എന്നാണ്. അതിലെല്ലാ മതവിഭാഗങ്ങളുമുണ്ട് എന്നാണ്. ആ നിലക്ക് എല്ലാ മതങ്ങളുടെ അനുയായികളുടെ ഒരു സൗഹാർദ്ദ സംഗമ ഭൂമി അതാണ് മക്ബറ, അതാണ് മമ്പുറം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതൊന്നും സാധാരണക്കാരുടെ ഇടയിൽ വരുന്ന ശിർക്കല്ല. വലിയ വലിയ ഉന്നതന്മാരായ ആളുകൾ, ദീൻ എന്താണെന്ന് മനസ്സിലാക്കിയ മനുഷ്യന്മാർ, അവർക്കിടയിൽ വരുന്ന ശിർക്കാണ്. പിന്നെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളിൽ വരുന്ന ശിർക്കിനെ പറ്റി നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യം. അപ്പോൾ ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ഉണ്ട്. കൂടുതൽ വളരെ ശക്തിയായി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ബുദ്ധിജീവികൾക്കിടയിൽ വരെ അതുണ്ടാവുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊക്കെ വലിയ ബാധ്യതയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനത്തിന് ഞാൻ തയ്യാറാണ് എന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ട്, മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഞാനും നിങ്ങൾ. അല്ലെങ്കിൽ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലുള്ള ആളുകളൊക്കെ. വലിയൊരു ബാധ്യതയാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധനം എന്ന് പറയുന്നത്. ഈ പ്രബോധനത്തിന് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ സംരംഭങ്ങളും, എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ വലിയ കടമയാണ്, കടപ്പാടാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നാട്ടിലുണ്ടാകുമ്പം മതി, പ്രവാസ ജീവിതത്തിൽ അതൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്, തെറ്റാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും ശരി, എവിടെയായിരുന്നാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധന പ്രചരണ രംഗത്ത് നിന്ന് ഒരല്പം പോലും പിന്മാറി നിൽക്കാൻ പാടില്ല എന്ന് ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരം സംരംഭങ്ങളോട് വളരെ 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 ആത്മാർത്ഥമായി സഹകരിക്കുകയും ആ സംരംഭങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിങ്ങൾ എന്ന നിലക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തോട് കൂറുപുലർത്തുന്ന മോമിനിങ്ങൾ എന്ന നിലക്ക് എല്ലാവരുടെയും കടമയാണ്, കടപ്പാടാണ് എന്ന് അവസാനമായി ഞാൻ ഉണർത്തുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ആദർശം ഉൾക്കൊണ്ട് ആ ആദർശത്തിൽ തന്നെ മരണം വരെ അടിയുറച്ചു നിന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ പ്രഖ്യാപനത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ വന്നു പോകുന്ന വീഴ്ചകളും പോരായ്മകളുമൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ ആത്മാർത്ഥമായി ആമീൻ ചെല്ലേണ്ട ഒരു വിഷയം ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള റിയാദിലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകർ, തായിഫിലെ
നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന സാലിഹ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ബാധിച്ചിട്ട് ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞുകൂടുകയാണ്. ആ മനുഷ്യൻ്റെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് നാം ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ കുറേ ആളുകൾ, ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആമീൻ ചൊല്ലിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് സുഖകരമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് മുമ്പത്തെക്കാളും സജീവമായി തന്നെ ഇസ്ലാഹി രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കാനും അതേ പ്രകാരം പ്രയത്നിക്കാനുമുള്ള എല്ലാ കഴിവും തൗഫീക്കും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അവസാനം ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ. മരണസന്ദർഭത്തിൽ അവൻ്റെ മലക്കുകളുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആശീർവാദങ്ങളും അനുമോദനങ്ങളും കേട്ട് മനസ്സമാധാനത്തോടെ മരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.